ഹലോ എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ടോപ്പിക്ക് JWT ഓതൻറ്റിക്കേഷൻ എന്നുള്ളതാണ്. സോ എന്താണ് JWT ഓതൻറ്റിക്കേഷൻ, എന്തിന് നിങ്ങൾ JWT ഓതൻറ്റിക്കേഷൻ പഠിക്കണം, നിങ്ങൾ JWT ഓതൻറ്റിക്കേഷൻ പഠിച്ചാലുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസ് എന്തൊക്കെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ JWT ഓതൻറ്റിക്കേഷൻ പഠിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഓവർവ്യൂ തരാം. JWT ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ, IT ഇൻഡസ്ട്രിയിൽ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിലും നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും IT ഇൻഡസ്ട്രിയിൽ നിലവിലെ ഓൾമോസ്റ്റ് എല്ലാ API ഡെവലപ്മെൻറ്റിലും പ്രത്യേകിച്ച് .NET നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓതൻറ്റിക്കേഷൻ മെക്കാനിസമാണ് JWT എന്ന് പറയുന്നത്. അപ്പം ഇത് ശരിക്കും ഒരു ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് JWT ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് JWT ഓതൻറ്റിക്കേഷൻ വെച്ച് ഓതൻറ്റിക്കേറ്റഡ് അല്ലാത്ത ഒരു API എന്ന് പറയുന്നത് അതൊട്ടും സെക്യൂർഡ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നിങ്ങൾ ഈ ഒരു JWT ഓതൻറ്റിക്കേഷൻ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമേയിൽ ഈ ഒരു സ്കില്ല് ആഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനും ഇൻ്റർവ്യൂസ് ലഭിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ AI കാലത്ത് വളരെ സെക്യൂർഡായിട്ട് ഒരു API, ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ JWT ഓതൻറ്റിക്കേഷൻ ഉപയോഗിച്ച് ഒരു API സെക്യൂർഡായിട്ട് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് അവരുടെ പ്രൊഫൈലിനുണ്ടാകുന്ന വാല്യൂ വളരെ വലുതാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും ഈ ഒരു AI എറയിൽ നിങ്ങൾ JWT ഓതൻറ്റിക്കേഷൻ്റെ ഇംപ്ലിമെൻറ്റേഷനും JWT ഓതൻറ്റിക്കേഷൻ്റെ യൂസസും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിൽ ചെന്നിരിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് പ്രോപ്പറായിട്ട് സെക്യൂരിറ്റി ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസിലും ക്വസ്റ്റ്യൻസ് വരും. ബിക്കോസ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ പറയുന്ന സെക്യൂരിറ്റി കോൺസെപ്റ്റിൽ നിന്നാണ്. അപ്പം ആ ഒരു ടൈമിൽ നിങ്ങളുടെ റെസ്യൂമേയിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാനും അത് ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു പാക്കേജിൽ വളരെ നല്ലൊരു ജോലിയിലേക്ക് എത്താൻ സാധിക്കും. അതിപ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ ആണെങ്കിലും ശരി, നിങ്ങൾ ഫ്രഷർ ആണെങ്കിലും ശരി. സോ ഈ റീസൺസ് കൊണ്ട് നിങ്ങൾക്ക് JWT അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, you can ask for high package, high chance for getting interview. Okay. സോ ഇനി നമുക്ക് എന്താണ് JWT ഓതൻറ്റിക്കേഷൻ എന്നും നമുക്ക് ASP.NET Core'ൽ എങ്ങനെ JWT ഓതൻറ്റിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതും നോക്കാം. സോ അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്താണ് JWT ഓതൻറ്റിക്കേഷൻ എന്നുള്ളത് നോക്കാം. സോ ഇതൊരു 3-4 പാർട്ടായിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു വീഡിയോ വരുന്നത്. ബിക്കോസ് ഞാൻ കുറച്ച് ഇൻഡെപ്തിൽ പോയിട്ടാണ് നിങ്ങളെ ഇത് പഠിപ്പിക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ JWT ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടോക്കൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ആപ്ലിക്കേഷനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് JWT ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. സോ ആപ്ലിക്കേഷൻ മീൻസ് API. സോ API നമ്മൾ ഒരു ടോക്കൺ ബേസ്ഡ് മെക്കാനിസത്തിലൂടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് മാത്രം നമ്മുടെ സർവീസസ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്നു. സോ ഈസി ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു ക്ലയൻറ്റ് ആപ്ലിക്കേഷനും ഉണ്ടായിരിക്കും, ഒരു സെർവർ ആപ്ലിക്കേഷനും ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്കൊരു ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും, നമുക്കൊരു സെർവർ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ C. ഓക്കെ, ഇതാണ് നമ്മളുടെ സെർവർ ആപ്ലിക്കേഷൻ. ഇതിനെ ഞാൻ S എന്നും പറയുന്നു. ഓക്കെ, സെർവർ ആപ്ലിക്കേഷൻ. ഈ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബേസിക്കലി എന്തൊക്കെയാണ് ഈ ഒരു ക്ലയൻറ്റ് ആപ്ലിക്കേഷനിൽ വരുന്നത്? ഈ ക്ലയൻറ്റ് ആപ്ലിക്കേഷനിൽ വരുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന
എല്ലാ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസിനെയുമാണ് ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വരാം, അതുപോലെ തന്നെ നമുക്ക് എന്ത് വരാം, നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ വരാം, ആംഗുലർ, റിയാക്ട് തുടങ്ങിയ കാര്യത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷൻസ് വരാം. ഇതെല്ലാം ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷനാണ്. അതുപോലെ നമുക്ക് വിൻഡോസ് ആപ്ലിക്കേഷൻ വരാം, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം ക്ലയൻറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. സോ ഈ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻസിന് ഡേറ്റാസ് ലോഡ് ചെയ്യാനും ആക്സസ് ചെയ്യാനും ഡയറക്റ്റ് ഡേറ്റാബേസുമായിട്ട് കണക്ടിവിറ്റി ഇല്ല. ഒന്ന്, ഇവരെന്ത് ചെയ്യുന്നു, നേരെ ഒരു റിക്വസ്റ്റ് സെർവറിന് കൊടുക്കുന്നു. സെർവറാണ് ഡേറ്റാബേസിൽ പോയിട്ട്, സെർവർ മീൻസ് സെർവർ ആപ്ലിക്കേഷൻ ഈസ് നത്തിങ് ബട്ട് API. ഈ APIയിൽ എന്തൊക്കെയുണ്ട്, APIയിൽ നമുക്ക് .NET API ആവാം, .NET ആവാം, അല്ലെങ്കിൽ നമുക്ക് എന്താവാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ജാവ ആവാം, JS ആവാം, Node.js ആവാം, അല്ലേ, എന്തു വേണമെങ്കിലും ആവാം ഈ API. സോ ഈ പറയുന്ന ക്ലയൻറ്റ് APIക്ക് വേണ്ടിയിട്ട് ഡേറ്റയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്നു. API എന്ത് ചെയ്യുന്നു, നേരെ സെർവർ DBയിലേക്ക് പോകുന്നു. DB നിങ്ങൾക്കറിയാലോ എന്തൊക്കെയാണ്, SQL, അതുപോലെ തന്നെ PostgreSQL, ഇതെല്ലാം എന്താണ്, ഡേറ്റാബേസാണ്. ഡേറ്റാബേസിൽ നിന്നും ഈ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്ത ഡേറ്റ ഈ DBയിൽ നിന്ന് എടുത്ത് API എന്ത് ചെയ്യുന്നു, തിരിച്ച് ക്ലയൻറ്റ് ആപ്ലിക്കേഷന് കൊടുക്കും. ഇതാണ് ബേസിക്കലി ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് വർക്കിംഗ് എന്ന് പറയുന്നത്. API, ക്ലയൻറ്റ് ടു API വർക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ ഇത് നടക്കുന്നത് ഇതുവഴിയാണ്, ഒരു HTTP പ്രോട്ടോക്കോളിലൂടെയാണ് ഇത് നടക്കുന്നത്, ഒരു HTTP ലെയറിലൂടെയാണ് ഇത് നടക്കുന്നത്. ഓക്കെ, HTTPSലൂടെയാണ് നടക്കുന്നത്. സോ അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം ഇവിടെ എന്താണ് JWTൻ്റെ യൂസ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. JWT ടോക്കൻ്റെ യൂസ് ഇവിടെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു തരാം. അതായത് ഇപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡിലോട്ട് പോകും. ഇതിവിടെ നമുക്ക് മെയിൻലി പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻസ്. മൊബൈൽ, വെബ്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, IoT ഡിവൈസ്, എന്തും ആകാം. യു ക്യാൻ സീ ദിസ്. ഒരു വെബ് ആപ്ലിക്കേഷൻ ആകാം, ആൻഡ്രോയിഡ് ആകാം, iOS ആകാം, വിൻഡോസ് ആകാം, എന്തുമാകാം. ഓക്കെ, എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ഈ പറഞ്ഞ APIയിലോട്ട് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റുകൾ അയച്ചിട്ട് ഡേറ്റ ചോദിക്കുന്നു. ഡേറ്റാസ് ഇപ്പം ഒരു നമ്മളിപ്പോൾ ഒരു ഈസി ആയിട്ട് പറയാനാണെങ്കിൽ നമുക്കൊരു ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ പ്രൊഫൈൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലയൻ്റായിട്ടുള്ള നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഫേസ്ബുക്കിൻ്റെ API, അത് .NET Core API ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ APIക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു, ആ API തിരിച്ച് ആ ഡേറ്റാസ് തിരിച്ചു തരുന്നു. സോ ഈ ഒരു പ്രോസസ്സ് സെക്യൂർഡ് ആക്കണം. എന്തിനാണ് സെക്യൂർഡ് ആക്കുന്നത്, അതായത് ഇപ്പം നമുക്ക് ഒരു ക്ലയൻറ്റ് ഒരു പ്രൊഫൈൽ റിക്വസ്റ്റ് അയക്കുന്നു, പക്ഷേ ആ ക്ലയൻറ്റ് ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലയൻ്റ് ആണോ, അതായത് നിങ്ങൾ ഇപ്പം ഒരു പ്രൊഫൈൽ നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാതെ നിങ്ങളൊരു പ്രൊഫൈൽ ആക്സസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവർ ചിലപ്പോൾ ലോഗിൻ ചെയ്യണം എന്ന് കാണിക്കും. അതെന്തുകൊണ്ടാണ്, നിങ്ങൾ ലോഗിൻ ചെയ്യാത്ത യൂസറാണ്. നിങ്ങൾ ലോഗിൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റൂ. അതൊരു ഓതൻറ്റിക്കേഷനാണ്, അത് ഒരു JWT ഓതൻറ്റിക്കേഷനാണ്. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന പോലെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്സുകൾ, അതായത് ലോഗിൻ ചെയ്യാത്ത യൂസേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ ലോഗിൻ ചെയ്യാത്ത അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ഒഴിവാക്കുക. ഡേറ്റ ബ്രീച്ച്, അതായത് നമ്മൾ എവിടെയെങ്കിലും ഹാക്കേഴ്സൊക്കെ വന്നിട്ട് നമ്മുടെ APIക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്തുകൊണ്ട് അവർ ഡേറ്റ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവർക്കത് പുറത്തു കൊണ്ടുപോയിട്ട് വിൽക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമുക്കൊരു സർവീസ് ഉണ്ട്. ആ സർവീസ്
അബ്യൂസ് ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അൺവാണ്ടഡ് തിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ API എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മുടെ ഡേറ്റ എടുത്തിട്ട് പോകും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനെ കൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ സെക്യൂരിറ്റി ഓഫ് വെബ് API വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി എക്സാക്ട്ലി എന്താണ് JWT എന്ന് മനസ്സിലാക്കാം. സോ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് മനസ്സിലായെങ്കിൽ ഇനി JWT എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതായത് JWT എന്ന് വെച്ചാൽ JSON വെബ് ടോക്കൺ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇറ്റ്സ് എ പോപ്പുലർ ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് മെത്തേഡ് യൂസ്ഡ് ഫോർ ടോക്കൺ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ഇൻ മോഡേൺ വെബ് ആപ്ലിക്കേഷൻ ആൻഡ് APIs. അതായത് ഒരു ടോക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഓതൻറ്റിക്കേഷൻ മെക്കാനിസത്തിനെയാണ് ഈ പറയുന്ന JWT എന്ന് പറയുന്നത്, അതായത് JSON വെബ് ടോക്കൺ എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഈ ടോക്കൺ വെച്ചിട്ട് നമുക്ക് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുക തുടങ്ങിയ ഡൗട്ട് ഉണ്ടാക്കി. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം JWT ടോക്കണിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് JWT.io എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ആക്സസ് ചെയ്യണം. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ JWT ക്രിയേറ്റ് ചെയ്യുന്ന JWTയുടെ വെബ്സൈറ്റാണ് ഈ കാണുന്നത്, JWT.io, അതായത് JSON വെബ് ടോക്കൺ. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ചെയ്യാം. എക്സാക്ട്ലി നമ്മൾ പറഞ്ഞില്ലേ ടോക്കൺ എന്ന്, ആ ടോക്കണാണ് ഈ കാണുന്നത്. ഇതൊരു ഡെമ്മി ടോക്കണാണ്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മളൊരു ടോക്കൺ ജനറേറ്റ് ചെയ്താൽ നമുക്ക് ആ ടോക്കൺ കിട്ടുക. ഓക്കെ, നമ്മുടെ ടോക്കണ് പ്രധാനമായിട്ടും 3 പാർട്ടുകളാണുള്ളത്. നമ്മുടെ JWT ടോക്കണ് പ്രധാനമായിട്ടും 3 പാർട്ടുകളാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 പാർട്ടുകൾ. ഒന്ന് ഹെഡർ പാർട്ട് ഉണ്ടാവും, മറ്റൊന്ന് പേലോഡ് ഉണ്ടാവും, മറ്റൊന്ന് സീക്രട്ട് ഉണ്ടാവും. സോ എന്താണ് ഈ 3 പാർട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് വരുന്നത് ഹെഡർ പാർട്ടാണ്. അതായത് ഹെഡർ പാർട്ട്, ഈ ഒരു കാണുന്ന ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആ ഒരു പാർട്ട് പറയുന്നത് നമ്മൾ ഏത് അൽഗോരിതമാണ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാനെ കൊണ്ട് വേണ്ടിയിട്ട് നമ്മൾ ഏത് അൽഗോരിതമാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് HS256 എന്ന് പറയുന്ന അൽഗോരിതമാണ്. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് ടോക്കണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, JWT ടോക്കൺ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടോക്കൺസ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ ടോക്കൺ നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. അതാണ് ഹെഡർ. ഈ ഹെഡർ പ്രോപ്പർട്ടി എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഈ റെഡ് കളറിൽ കാണുന്നത്. ഈ ഹെഡർ പ്രോപ്പർട്ടിയിലുള്ള വാല്യൂ എന്താണ് നമ്മൾ കൊടുക്കുന്നത്, അത് എൻക്രിപ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ ടോക്കണിൻ്റെ ഫസ്റ്റ് പാർട്ട് കിട്ടും, അതായത് ഈ റെഡ് പാർട്ട് കിട്ടും. ഇതാണ് ബേസിക്കലി ഈ പറയുന്ന ഹെഡർ പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ നീല നിറത്തിൽ കാണുന്ന ഇത്ര ഒരു ഏരിയ. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ പേലോഡാണ്. അപ്പോൾ പേലോഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് വാല്യൂസ് നിങ്ങൾക്ക് പേലോഡിൽ കാണാം അല്ലേ. എന്തൊക്കെ വാല്യൂസ്? സബ്, നെയിം, അഡ്മിന്, IAT തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പേലോഡിൽ കാണാം. പേലോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന കുറച്ച് ഡേറ്റാസിനെയാണ് പേലോഡ് എന്ന് പറയുന്നത്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നിങ്ങൾ പേലോഡിൽ നിങ്ങളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ പാടില്ല. ബിക്കോസ് ഒരു ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ടോക്കൺ ആർക്ക് വേണമെങ്കിലും ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് അവർക്ക് കാണാനും പറ്റും. അതുകൊണ്ട് ഒരിക്കലും ടോക്കൺ അകത്ത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, പാസ്വേഡ് പോലെയുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് കൊടുക്കാനേ പാടില്ല. മൂന്നാമത്തെ നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത് സീക്രട്ടാണ്. സീക്രട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സീക്രട്ട് കീ ആണ്. സോ നമുക്കൊരു JWT ടോക്കൺ ഇവിടുന്ന് നമ്മുടെ APIയിലോട്ടൊരു JWT ടോക്കൺ വരുമ്പോൾ ക്ലൈൻ്റാണ് നമുക്ക് ആ JWT ടോക്കൺ അയക്കുന്നത്. സോ ആ JWT ടോക്കണിന് ഒരു കീ ഉണ്ടാവും. ആ കീ ആണ് നമ്മൾ ഈ സിഗ്നേച്ചറിൽ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്ട്രിങ്, ഒരു 256 ബിറ്റ് ലോങ് സ്ട്രിങ് ആണത്. അതും നമുക്ക് യൂസ് ചെയ്യാം. അതിനെ സീക്രട്ട് എന്ന് പറയും. സോ ഈ 3 പാർട്ടാണ് മെയിനായിട്ടും JWTക്കുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? അതിൻ്റെ ഒരു പിക്കാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാമല്ലോ. സോ സിഗ്നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ പറയുന്ന പോലെ ഒരു ബേസ് 64 സ്ട്രിങ്ങിനെയാണ് നമ്മൾ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. സിഗ്നേച്ചർ ഈസ് യൂസ്ഡ് ടു വെരിഫൈ ദ ടോക്കൺ വാസ് ജനറേറ്റഡ് ബൈ ദ സെൻഡർ ആൻഡ് ഇറ്റ് കണ്ടന്റ് ഹാസ് ഇൻ ചേഞ്ച്ഡ്. ഓക്കെ, അതായത് നമ്മൾ
നമുക്കൊരു ടോക്കൺ വരുന്നുണ്ട്. ആ ടോക്കൺ വേരിഫൈഡ് സെൻഡർ ആണ് നമുക്ക് അയച്ചത് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനെ കൊണ്ട് വേണ്ടിയിട്ട് നമ്മൾ ഈ സിഗ്നേച്ചറാണ് യൂസ് ചെയ്യുന്നത്. ഈ സിഗ്നേച്ചർ തന്നെയാണ് നമുക്ക് വന്നേക്കുന്ന ടോക്കണിൻ്റെ കണ്ടന്റ് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ സിഗ്നേച്ചറാണ്. അപ്പോൾ ഈ സിഗ്നേച്ചർ വെച്ചിട്ട് നമുക്കൊരു സീക്രട്ട് കീ ഉണ്ടാവും സിഗ്നേച്ചറിൽ. ആ കീ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം പ്രോപ്പർ യൂസർ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. പിന്നെ മുകളിൽ പറഞ്ഞിട്ടുള്ളത് പേലോഡ്, അതുപോലെ തന്നെ ഹെഡർ. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹെഡറും പേലോഡും എന്താണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ഹെഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഹെഡറിൽ 2 പാർട്ടാണുള്ളത്. അതാണ് JWTയുടെ ഫസ്റ്റ് പാർട്ട്. അതിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഏത് അൽഗോരിതമാണ് യൂസ് ചെയ്യേണ്ടത് JWT ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് ടോക്കൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഹെഡറിൽ പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടാമത് പറയുന്നത് പേലോഡാണ്. പേലോഡിൽ നമ്മൾ ബേസിക്കലി കുറേ ക്ലെയിമുകളാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ആ ക്ലെയിമുകളിനകത്ത് ഇഷ്യൂവർ വരാം, അതുപോലെ തന്നെ സബ്ജക്റ്റ്, ഓഡിയൻസ്, എക്സ്പ്രഷൻ ടൈം, ഇഷ്യൂഡ് അറ്റ്, JWT ID. ഇതിൽ ഇഷ്യൂവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എൻറ്റിറ്റി ദാറ്റ് ഇഷ്യൂഡ് ദ ടോക്കൺ. അതായത് ആരാണോ ടോക്കൺ ഇഷ്യൂ ചെയ്തത്. ആരാ ടോക്കൺ ഇഷ്യൂ ചെയ്യുന്നത്? നമ്മുടെ API ആണ്. APIയിലെ ഓതൻറ്റിക്കേഷൻ പാർട്ടാണ് ടോക്കൺ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ആരാണ് ഇഷ്യൂവർ? API ആണ് ഇഷ്യൂവർ. ഇപ്പം നിങ്ങളാണ് API ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ API ആണ് ഇഷ്യൂവർ. ആ APIക്ക് ഒരു URL ഉണ്ട്. ആ URL ആണ് നമ്മൾ ഇഷ്യൂവറിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഓതൻറ്റിക്കേഷൻ URL ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സബ്ജക്റ്റിലൊന്നുമില്ല, നമ്മൾ ഏത് യൂസറിനാണ് ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നത് ആ യൂസറിൻ്റെ ID ആണ് സബ്ജക്റ്റിൽ. ഓഡിയൻസ് എന്താണ്? ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോക്കണിൻ്റെ റെസിപ്പിയൻ്റ് ഏത് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷനാണ്. ഏത് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ആവാം. ഈ ഒരു ടോക്കൺ ഞാൻ അയച്ചു കൊടുക്കുന്ന ടോക്കൺ, ആക്സസ് ടോക്കൺ ക്യാരി ചെയ്യാൻ പോകുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ആംഗുലർ ആപ്ലിക്കേഷൻ ആവാം, റിയാക്ട് ആപ്ലിക്കേഷൻ ആവാം, ഏത് ആപ്ലിക്കേഷനും ആവാം. സോ ഏത് ആപ്ലിക്കേഷനാണ് അതിൻ്റെ ഓഡിയൻസ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്രഷൻ ടൈം, എത്ര നാൾ ഈ ഒരു ജനറേറ്റ് ചെയ്യുന്ന ആക്സസ് ടോക്കൺ എത്ര നാൾ എക്സ്പേർട്ട് ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ എത്ര സമയം, എത്ര നാളുകളൊന്നും ഇല്ല കേട്ടോ. ബേസിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആക്സസ് ടോക്കൺ നമ്മൾ 1 hour മാക്സിമം അതിന് എക്സ്പ്രഷൻ ടൈം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സസ് ടോക്കൺ എക്സ്പ്രഷൻ ടൈം ഇല്ല. സോ അപ്പം വീണ്ടും യൂസർ വീണ്ടും ലോഗിൻ ചെയ്യേണ്ട ഒരു പ്രശ്നം വരും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി റിഫ്രഷ് ടോക്കൺ എന്ന് പറയുന്ന ഒരു ടോക്കൺ മെക്കാനിസം കൂടി ഈ JWT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ പറയും. ഓക്കെ, ഫസ്റ്റ് അതിലോട്ടൊന്നും നിങ്ങൾ ഇപ്പോൾ പോകണ്ട. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഇഷ്യൂഡ് അറ്റ്. അതായത് ആരാണ് ഈ ടോക്കൺ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതായത് ആരാന്നുള്ളതല്ല, എപ്പോഴാണ് ഈ ഒരു ടോക്കൺ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ ഈ ടോക്കൺ ജനറേറ്റ് ചെയ്യുന്ന ടൈം, ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ ഈ ടോക്കണ് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ID ഉണ്ടാവും. ഒരു JWT ID കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ID നമുക്ക് വേണമെങ്കിൽ പേലോഡിൻ്റെ കൂട്ടത്തിൽ വെക്കാം. സോ ഇത്രയും പേലോഡ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഹെഡർ, ഈ പറയുന്ന പേലോഡ്, അതുപോലെ തന്നെ ഈ പറയുന്ന സീക്രട്ട് കീ ഉൾപ്പെടുന്ന ഈ ഒരു സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എൻകോഡഡ് ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ടോക്കണിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്ത്, ഈ ഒരു വെബ്സൈറ്റ് എടുത്ത് ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ടോക്കണിൻ്റെ സ്ട്രക്ചർ. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വാട്ട് വി ആർ ഗോയിങ്, ഹൗ ദ ടോക്കൺ വർക്ക്സ്. എങ്ങനെയാണ് ടോക്കൺ വർക്ക് ചെയ്യുന്നത്? ഇത്രേ ഉള്ളൂ. അതായത് ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ, ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ. ഈ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ നമ്മുടെ APIയിലോട്ട്, APIയുടെ ഓതറൈസേഷൻ സെർവർ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. അതായത് നിങ്ങൾ ഏത് ക്ലാസ് അല്ലെങ്കിൽ ഏത് പാർട്ടിലാണോ നിങ്ങൾ ഓതൻറ്റിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അതിനെയാണ് ഓതറൈസേഷൻ സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പം കുറച്ച് കാര്യങ്ങളെ മനസ്സിലായുള്ളെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ തുടരെ മനസ്സിലാവും. ഞാൻ 100% ഉറപ്പ് പറയാം, നിങ്ങൾക്ക് 100% ഈ കോൺസെപ്റ്റ് മനസ്സിലായിരിക്കും അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻസ്. അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. അപ്പം ക്രെഡൻഷ്യലിൽ നമ്മൾ ക്ലയൻറ്റ് ലോഗിൻ ചെയ്ത് ക്രെഡൻഷ്യൽസ് പാസ് ചെയ്ത് ഓതറൈസേഷൻ സെർവറിൽ വരുന്നു. ഈ ഓതറൈസേഷൻ സെർവർ എന്ത് ചെയ്യുന്നു? ഒരു ആക്സസ് ടോക്കൺ ക്രിയേറ്റ് ചെയ്ത്, ആക്സസ് ടോക്കണും അതുപോലെ തന്നെ ഒരു റിഫ്രഷ് ടോക്കണും ക്രിയേറ്റ് ചെയ്ത് ക്ലയൻറ്റിന് തിരിച്ചയക്കുന്നു. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് റിഫ്രഷ് ടോക്കൺ എന്നൊരു കൺസെപ്റ്റ് കൂടി നമ്മൾ പറയുമെന്ന്. അത് ഇപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. റിഫ്രഷ് ടോക്കൺ ഇത്രേ ഉള്ളൂ. ആക്സസ് ടോക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 hour ആയിരിക്കും അതിൻ്റെ ഒരു ടൈം പീരീഡ്. അത് കഴിയുമ്പോഴത്തേക്ക് ആക്സസ് ടോക്കൺ അങ്ങ് എക്സ്പയർഡ് ആവും. സോ വീണ്ടും യൂസറിന് എപ്പോഴും ലോഗിൻ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ റിഫ്രഷ് ടോക്കൺ എന്ന് പറയുന്ന ഒരു ടോക്കൺ കൂടി ആക്സസ് ടോക്കൺ ഒപ്പം പാസ് ചെയ്യും. സോ ക്ലയൻറ്റിന്
ലോഗിൻ ചെയ്യുന്നതിന് പകരം അടുത്ത ഒരു റിക്വസ്റ്റിൽ ഈ റിഫ്രഷ് ടോക്കൺ തിരിച്ച് ഓതറൈസ് സെർവറിലോട്ട് അയച്ചു കഴിഞ്ഞാൽ ഈ റിഫ്രഷ് ടോക്കൺ വെച്ച് യൂസർ ഓട്ടോമാറ്റിക്കലി ഓതൻറ്റിക്കേറ്റ് ചെയ്യപ്പെടുകയും യൂസർ ആക്സസ് ചെയ്യുന്ന എന്ത് റിസോഴ്സ് ആണോ അത് യൂസറിന് തിരിച്ചു കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അതായത് ക്ലയൻറ്റിന് തിരിച്ചു കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവിച്ചത് നോക്കിക്കേ, ഓതറൈസേഷൻ സെർവർ ആക്സസ് ടോക്കണും റിഫ്രഷ് ടോക്കണും എന്ത് ചെയ്യുന്നു, ക്ലയൻറ്റിൽ തിരിച്ചു കൊടുക്കുന്നു. ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നത്, ക്ലയൻറ്റ് ഈ ആക്സസ് ടോക്കൺ അല്ലെങ്കിൽ റിഫ്രഷ് ടോക്കൺ ഉപയോഗിച്ച് റിസോഴ്സ് സെർവറിൽ നിന്നും എന്തെങ്കിലും റിസോഴ്സ് ആക്സസ് ചെയ്യും. റിസോഴ്സ് സെർവർ എന്താ, റിസോഴ്സ് സെർവർ എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല, നമുക്കിപ്പോൾ നമ്മളിപ്പം ഒരു ഫ്ലിപ്കാർട്ടിൽ കയറി നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് ക്ലിക്ക് ചെയ്തു, പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, അപ്പോൾ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് വരുന്നു. ആ പ്രോഡക്റ്റ്സ് ആണ് റിസോഴ്സസ്. ആ പ്രോഡക്ട്സ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത് ഏത് സെർവറാണോ ആ സെർവറിനെയാണ് റിസോഴ്സ് സെർവർ എന്ന് പറയുന്നത്. നിങ്ങളിപ്പം വേറെ എന്തെങ്കിലും ഒരു ബുക്ക് മൈ ഷോയിൽ കയറി നിങ്ങൾ തിയേറ്ററിൻ്റെ ലിസ്റ്റ് ക്ലിക്ക് ചെയ്തു, അപ്പം നിങ്ങൾക്ക് ഒരു തിയേറ്ററിൻ്റെ ലിസ്റ്റ് കാണാം. ആ ലിസ്റ്റ് ഓഫ് തിയേറ്റേഴ്സ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത് ഏത് API എൻഡ് പോയിൻ്റ് ആണ്, അല്ലെങ്കിൽ ഏത് API എൻഡ് പോയിൻ്റ് ആണ്, അല്ലെങ്കിൽ ഏത് സെർവറാണ് ആ പർട്ടിക്കുലർ എൻഡ് പോയിന്റിനെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സെർവറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റിസോഴ്സ് സെർവർ എന്ന് പറയുന്നത്. കൺഫ്യൂസ്ഡ് ആവണ്ട, ഇത്രയും മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ഡേറ്റ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് കാണുന്നു. അപ്പം ആ പ്രൊഡക്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റീഡയറക്റ്റ് ചെയ്യുന്ന URL ഉണ്ട്. ആ URL പോയി ഹിറ്റ് ചെയ്യുന്ന ഒരു സെർവറുണ്ട്. ആ സെർവറാണ് നിങ്ങൾക്ക് ആ റിസോഴ്സസ് റിട്ടേൺ ചെയ്ത് തരുന്നത്. ആ ഒരു സെർവറിനെയാണ് റിസോഴ്സ് സെർവർ എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലാക്കി വെക്കുക. ഡോണ്ട് ബി ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഓക്കെ, മുമ്പോട്ട് പോകുന്തോറും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാകും. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ളത് 100% ഉറപ്പാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ യൂസർ ലോഗിൻ ചെയ്യുന്നു, ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്നു. നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ലോഗിൻ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഓതറൈസേഷൻ സെർവർ, അതായത് നമ്മുടെ APIയുടെ ഓതറൈസേഷൻ കോഡ് എഴുതി വെച്ച് ഓതറൈസേഷൻ ലോജിക് എഴുതി വെച്ചിട്ടുള്ള പാർട്ടിനെയാണ് ഓതറൈസേഷൻ സെർവർ എന്ന് പറയുക. അത്രയും മനസ്സിലാക്കി വെക്കുക. ഈ ഓതറൈസേഷൻ സെർവർ ക്രെഡൻഷ്യൽസും വാലിഡേറ്റ് ചെയ്യും. അതായത് യൂസർ തന്ന ക്രെഡൻഷ്യൽസ് വാലിഡേറ്റ് ചെയ്തിട്ട് ഈ ക്രെഡൻഷ്യൽസ് വെച്ച് തന്നെയാണോ യൂസർ ഈ ഒരു ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നങ്ങ് ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റാണ്, യൂസർ ഓതറൈസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ടോക്കൺ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഒരു ആക്സസ് ടോക്കൺ തിരിച്ചു കൊടുക്കും. ഒരു ആക്സസ് ടോക്കണും ഒരു റിഫ്രഷ് ടോക്കണും തിരിച്ചു കൊടുക്കും. ഓക്കെ, സോ ഈ ടോക്കൺ എന്തുകൊണ്ടാണ് തിരിച്ചു കൊടുക്കുന്നത്, യൂസർ ഓതറൈസ്ഡ് ആണ്. അപ്പം യൂസറിന് ഈ ആപ്ലിക്കേഷൻസിലുള്ള റിസോഴ്സസ് ആക്സസ് ചെയ്യാനുള്ള ഓതറൈസേഷൻ ഈ യൂസർക്കുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് API ഈ പറയുന്ന ആക്സസ് ടോക്കണും റിഫ്രഷ് ടോക്കണും തിരിച്ചയച്ചു കൊടുക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു, ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ഏതാണോ, മൊബൈൽ, വെബ്, ഏതും ആയിക്കോട്ടെ, ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു, ഈ ടോക്കൺ കിട്ടിയിട്ട് ഈ ടോക്കൺ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ലോക്കൽ മെമ്മറിയിൽ അങ്ങ് സേവ് ചെയ്ത് വെക്കും. ലൈക്ക് ക്യാഷയിലോ, ഇപ്പം വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ക്യാഷയിൽ സേവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ പ്രിഫറൻസിൽ സേവ് ചെയ്ത് വെക്കാം. പ്രിഫറൻസ് എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഒരു ലോക്കൽ സ്റ്റോറേജ് ആണ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ക്യാഷെ പോലുള്ള ഒരു സ്റ്റോറേജാണ്. അപ്പം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ റിക്വസ്റ്റ് തിരിച്ചങ്ങോട്ട് അയക്കുമ്പോഴും ഈ ക്ലയൻറ്റ് എന്ത് ചെയ്യും, ഈ പറയുന്ന ആക്സസ് ടോക്കണോട് ചേർത്ത് വെച്ചിട്ടങ്ങ് അയക്കും. ആക്സസ് ടോക്കൺ എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ റിഫ്രഷ് ടോക്കൺ വെച്ചങ്ങ് അയക്കും. സോ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, JWTയുടെ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സിംപ്ലി തിയറി പാർട്ട്. ഓക്കെ, സോ ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിലോട്ടാണ് പോകുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ നമുക്ക് വേണ്ടത് ക്ലയൻറ്റ്, ഓതറൈസേഷൻ സെർവർ ആൻഡ് റിസോഴ്സ് സെർവർ. ഓക്കെ, സോ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്, ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ക്ലയൻറ്റ് വേണം, അതുപോലെ തന്നെ നമുക്ക് ഓതറൈസേഷൻ പാർട്ട് വേണം, ഓതറൈസേഷൻ കോഡ് അഥവാ ഓതറൈസേഷൻ സെർവർ. ഞാൻ ഈ കോഡെന്ന് എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഓതറൈസേഷൻ സെർവർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇറ്റ്സ് എ കൺട്രോളർ. നമ്മൾ MVCയിൽ പറയത്തില്ലേ, കൺട്രോളേഴ്സ് ഇല്ലേ, ആപ്ലിക്കേഷൻ കൺട്രോളേഴ്സ് ഇല്ലേ, ഡോട്ട്നെറ്റിലെ കൺട്രോളർ. അത് ഓതറൈസേഷന് വേണ്ടിയിട്ട് സ്പെസിഫിക് കൺട്രോളർ ഫോർ ഓതറൈസേഷൻ. അതാണ് ഓതറൈസ് സർവീസ്. ഇതിനെയാണ് നമ്മൾ ഓതറൈസ് സെർവർ എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നീട് പറയുന്നത് റിസോഴ്സാണ്. റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് റിസോഴ്സ് സർവീസസ്,
സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരാൻ ഞാൻ സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ റിസോഴ്സ് സെർവർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, സർവീസസ് വിച്ച് പ്രൊവൈഡ് റിസോഴ്സസ്, സർവീസ് ഓർ കൺട്രോളർ വിച്ച് റിട്ടേൺ സോഴ്സ് ഡേറ്റ. അപ്പോൾ ഈ ക്ലയൻറ്റ് എന്താ? ക്ലയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ്, ഏത് ഇൻ്റർഫേസ് വെച്ചിട്ടാണ് ഈ പറയുന്ന APIയുടെ ഈ സെർവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനാണ് ക്ലയൻറ്റ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ക്ലയൻറ്റ് പോസ്റ്റ്മാൻ ഓർ സ്വാഗർ ആണ്. ഇത് രണ്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ API ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻ്റർഫേസ് ആണ് പോസ്റ്റ്മാൻ ഓർ സ്വാഗർ. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. ഈ സെഷൻസ് കൂടി ഒന്ന് എടുക്കുമോ, ഒന്ന് ബേസിക്കോട്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മളത് എടുക്കാം. ഓക്കെ, പ്രശ്നമില്ല. അപ്പം ഇതാണ് നമുക്ക് വേണ്ട 3 കാര്യങ്ങൾ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷനിൽ. സോ നമ്മൾ ഫസ്റ്റ് ഈ ഒരു പാർട്ടിൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, വി ക്യാൻ ക്രിയേറ്റ് വൺ ആപ്ലിക്കേഷൻ. സോ ഓൾറെഡി ഞാനിവിടെ കോഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് ഈ പറയുന്ന പോലെ കുറച്ച് പാക്കേജസുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് ആപ്ലിക്കേഷൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്കൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റിൽ പോയി ഇവിടെ നിങ്ങൾ API എന്ന് സെർച്ച് ചെയ്യാം. സോറി, API. ഓക്കെ, API എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ASP.NET വെബ് API സെലക്ട് ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ്റെ പേര് JWT ഡെമോ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ക്രിയേറ്റ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് വേണ്ട പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. എങ്ങനെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? അതെ, ടൂൾസിൽ ന്യൂഗെറ്റ് പാക്കേജ് മാനേജർ കൺസോള്, ന്യൂഗെറ്റ് പാക്കേജ് മാനേജർ, അവിടെ നിന്ന് ന്യൂഗെറ്റ് പാക്കേജ് ഫോർ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട പാക്കേജസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ സെർച്ച് ഇൻ്റർഫേസിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. സോ എനിക്ക് ഫസ്റ്റ് വേണ്ടത് SQL സെർവറാണ്. സോ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ബ്രൗസ് വിൻഡോയിൽ പോയിട്ട് ഇവിടെ SQL സെർവർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് SQL സെർവർ എന്ന് പറഞ്ഞിട്ട് വരുന്നത് കാണാൻ പറ്റും. SQL സെർവർ മൈക്രോസോഫ്റ്റ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക്.SQL സെർവർ. അത് നമ്മൾ ഏത് പ്രൊജക്റ്റിലാണ്, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ സൊല്യൂഷൻസിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ലിസ്റ്റ് ആവും. നമ്മുടെ പ്രൊജക്റ്റ് ഇതാണ്. ആ പ്രൊജക്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ലാസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ 10 കിടക്കുന്നത്. ഈ 10 നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 8 ഒരിക്കലും 10 വെർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് .NET 8 നമ്മൾ യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ 8ൻ്റെ ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റഡ് വെർഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. കറൻറ്റ്ലി 8.0.26 ആണ്. അത് സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. ഓക്കെ, ഇൻസ്റ്റാൾഡ്. അടുത്തതായിട്ട് എന്താ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? അടുത്ത പാക്കേജാണ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോൾ ടൂൾസ് എന്ന് പറയുന്ന പാക്കേജ്. ഈ പാക്കേജൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ഞാൻ പറഞ്ഞുതരാം. ഈ പാക്കേജ് ഞാൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന്, ഈ പാക്കേജിൻ്റെ യൂസേജ് ആപ്ലിക്കേഷൻ ക്രിയേഷനിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ പാക്കേജ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ടൂൾസ് എന്ന് പറയുന്ന പാക്കേജ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. സോ ഈ പറയുന്ന SQL സെർവറും അതുപോലെ തന്നെ ഈ പറയുന്ന എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോഡ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോഡ് ടൂൾസ് എന്ന് പറയുന്ന ഈ 2 ആപ്ലിക്കേഷനും നമുക്ക് ഡേറ്റാബേസുമായി, സോ ഈ 2 പാക്കേജും നമുക്ക് ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കേജാണ്. ഈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കോഡ് ഫസ്റ്റ് അപ്രോച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ DB ഡേറ്റാബേസുമായിട്ട് ഡയറക്റ്റ് മൈഗ്രേറ്റ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഈ മൈഗ്രേഷൻ ടൈമിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. എനിക്കിവിടെ നിന്ന് ക്ലാസ് പ്രോപ്പർട്ടി ക്രിയേറ്റ്
ചെയ്ത് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഡേറ്റാബേസിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ അടുത്തടുത്ത പാർട്ടിലായിട്ട് ഞാൻ അത് യൂസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ JWT Bearer എന്ന് പറയുന്ന പാക്കേജ് യൂസ് ചെയ്യുക. ഈ പാക്കേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് JWT ടോക്കൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് JWT ടോക്കൺ ഒതൻറ്റിക്കേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ടും ഈ പറയുന്ന JWT Bearer എന്ന് പറയുന്ന ഈ ഒരു പാക്കേജ് നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പം ഞാൻ ആ ഒരു 10 വർക്കാവില്ല. ഓക്കെ, ക്യാൻസൽ. ഓക്കെ, ഞാൻ 10 ആണ് സെലക്ട് ചെയ്തത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 സെലക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഡോട്ട്നെറ്റിൻ്റെ വെർഷൻ 8 ആയതുകൊണ്ട് 8ൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, 8ൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ഏതാണോ അത് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ കൊടുക്കാം. ഓക്കെ, അപ്ലൈ, accept. It should install the JWT Bearer package. ലാസ്റ്റ് പാക്കേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് bcrypt.next എന്ന് പറയുന്ന നെറ്റ് എന്ന് പറയുന്ന പാക്കേജാണ്. സോ ഈ ഒരു പാക്കേജിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാക്കേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല. ഈ ഒരു പാക്കേജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ പാസ്വേഡുകൾ എൻക്രിപ്റ്റും ഡീക്രിപ്റ്റും ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാക്കേജാണ് bcrypt.net എന്ന് പറയുന്ന ഈ ഒരു പാക്കേജ്. സോ ഈ ഒരു പാക്കേജ് കൂടി ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഫോർ മൈ പാസ്വേഡ് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ എൻ്റെ API എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എനിക്കൊരു ബേസിക് യൂസർ രജിസ്ട്രേഷൻ API ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു യൂസർ രജിസ്റ്റർ ചെയ്യാം, ആ യൂസർ ലോഗിൻ ചെയ്യാം, ആ യൂസറിന് ഒരു ഡേറ്റ ആക്സസ് ചെയ്യാം. സോ ഈ സംഭവമാണ് ചെയ്യുന്നത്. ഒരു യൂസറിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യും, ആ യൂസറിനെ നമ്മൾ ലോഗിൻ ചെയ്യിക്കും, എന്നിട്ട് ആ യൂസറിനെ നമ്മൾ JWT ഒതൻറ്റിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു റിസോഴ്സ്, ഒരു ഡേറ്റ, അത് പ്രൊഡക്റ്റ് ഡേറ്റ ആവാം, യൂസർ ഡേറ്റ ആവാം, എന്തും ആയിക്കോട്ടെ, ആ ഡേറ്റ നമ്മൾ ആക്സസ് ചെയ്യിപ്പിക്കും. ഇതാണ് നമ്മൾ ഈ പറയുന്ന APIയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സാധനം. സോ ഈ ഒരു പ്രൊജക്റ്റിലൂടെ നിങ്ങൾക്ക് ഈസിയറായിട്ട് JWT എന്താണെന്നുള്ളത് മനസ്സിലാകും. അത് ഞാൻ ഷുവറായിട്ട് പറഞ്ഞുതരാം. അതെനിക്ക് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റും. സോ ഇത്രയും പാക്കേജ് നിങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മോഡൽസ് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ഇന്നത്തെ പാർട്ടി ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ബിക്കോസ് ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടല്ലേ, അത്യാവശ്യം ഏകദേശം ഒരു 23 മിനിറ്റ്സോളം ആയിട്ടുണ്ട് ലെങ്ത്. 23 അല്ല, ഏകദേശം 32 മിനിറ്റ്സ് ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ലെങ്ത് നമുക്ക് വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത് ആയി കഴിഞ്ഞാൽ നമുക്കത് മോശമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. സോ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീഡിയോസ് ഇടുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. സോ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ എങ്ങനെ JWT ടോക്കൺ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു നമ്മുടെ പ്രൊജക്റ്റിൽ എന്നുള്ളത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ കാണാം. സോ see you then, bye guys.